welcome back to my channel WALKYTALKERS. ഇന്ന് ആനിമേറ്റ് CCയുടെ സെക്കൻഡ് പാർട്ടായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. അപ്പോൾ ഫസ്റ്റിൽ നിങ്ങൾ ഫ്രെയിം ബൈ ഫ്രെയിം ആനിമേഷനാണ് പഠിച്ചത്. അപ്പോൾ ഈ ഒരു എപ്പിസോഡിൽ നമുക്ക് വേറൊരു ടൈപ്പ് ആനിമേഷൻ നോക്കാം. ഓക്കെ, നമ്മളുടെ നേരത്തെ വീഡിയോയിൽ നമ്മൾ സ്റ്റേജിനെ കുറിച്ച് പഠിച്ചു. അതുപോലെ തന്നെ ടൂൾ ബോക്സ്, പ്രോപ്പർട്ടീസ്, പിന്നെ ടൈം ലൈനിലെ കുറേ പ്രോപ്പർട്ടീസ്. അപ്പോൾ ഇതിനൊക്കെ പറ്റി നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇതിനകത്ത് ഇനി ഞാൻ ഒരു ഷേപ്പ് ട്വീൻ എന്ന് പറഞ്ഞ ഓപ്ഷനാണ് കാണിക്കാൻ പോകുന്നത്. അതിന് ഞാൻ റെക്റ്റാങ്കിൾ സെലക്ട് ചെയ്ത് അതിനൊരു സ്ട്രോക്ക്, അതായത് ബാക്ക്ഗ്രൗണ്ട് ഞാൻ കുറച്ച് തിക്കാക്കി കൊടുക്കാൻ പോവാണ്. എന്നിട്ട് ഞാനത് അവിടെ വരയ്ക്കുകയാണ്. ഓക്കെ, ഇനി ഒരു 45 ടൈം ലൈനിൽ 45 പോയിട്ട് നമുക്ക് ഇൻസേർട്ട് കീ ഫ്രെയിം അല്ല ബ്ലാങ്ക് കീ ഫ്രെയിം കൊടുക്കുകയാണ്. ഇനി നമ്മുടെ പോളിഗണൽ ടൂളിൽ സ്റ്റാറാണ് ഞാൻ സെലക്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ സ്റ്റാറാണ് ഇനി ഞാൻ ഡ്രോ ചെയ്യാൻ പോകുന്നത്. പോരാത്തതിന് ഞാൻ ഇതിനൊരു ഗ്രേഡിയൻറ്റ് ഫില്ലാണ് കൊടുക്കുന്നത്. നമുക്ക് കാണാം, നമ്മളൊരു സ്റ്റാർ അതേ തിക്നെസ്സിൽ ഒബ്ജക്റ്റ് ഡ്രോയിങ് മോഡിൽ ഞാനൊരു സ്റ്റാർ വരച്ചു കൊടുക്കാം. ഇനി നമ്മളുടെ 0 to 45 ഇടയിൽ എവിടെയെങ്കിലും ക്ലിക്ക് ചെയ്ത് നമ്മൾ ഇൻസേർട്ട് ഷേപ്പ് ട്വീൻ എന്ന് പറഞ്ഞ ഓപ്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ ഈ പ്ലേ ഹെഡ് മൂവ് ചെയ്യുന്നതിനനുസരിച്ച് നമുക്കിതാ ഇതുപോലെ ഈ ഷേപ്പ് ട്രാൻസ്ഫോർമേഷൻസ് കാണാം. ഇനി നമുക്ക് നമ്മളുടെ കൺട്രോളിൽ ടെസ്റ്റ് മൂവി ഇൻ ആനിമേറ്റ് ഒന്ന് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ട്രാൻസ്ഫോർമേഷൻ കറക്റ്റായിട്ട് കാണാൻ കഴിയും. ആ ഒരു റെക്റ്റാങ്കിളിൽ നിന്ന് സ്റ്റാറിലേക്ക് വരുന്ന ഒരു ഫോർമേഷൻ, അതിനാണ് ഈ ഷേപ്പ് ട്വീൻ യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഇനി നമുക്ക് നെക്സ്റ്റ് ഒരു ന്യൂ ഫയൽ എടുത്തിട്ട് അതിനകത്ത് വേറൊരു സംഭവം ഞാൻ കാണിച്ചു തരാം. അപ്പം അതിൽ ഞാനൊരു ടെക്സ്റ്റ് എൻട്രി ചെയ്യാൻ പോവുകയാണ്. ഇതുവരെ നമ്മൾ ടെക്സ്റ്റ് ഒന്നും ടൈപ്പ് ചെയ്ത് നോക്കിയിട്ടില്ല. അപ്പോൾ ടെക്സ്റ്റ് ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് അവരുടെ പ്രോപ്പർട്ടീസ് കിട്ടുന്നതിൽ അതിൻ്റെ ഫോണ്ട് സെലക്ട് ചെയ്യാം, അതുപോലെ തന്നെ കളർ സെലക്ട് ചെയ്യാം, അതുപോലെ കുറേ പ്രോപ്പർട്ടീസ് ഉണ്ട്. അപ്പോൾ ഞാനിവിടെ ഒരു ടെക്സ്റ്റ് ബോക്സിനകത്ത് എന്തെങ്കിലും ഒരു ടെക്സ്റ്റ് കൊടുക്കുകയാണ്. അപ്പോൾ ഞാൻ എൻ്റെ ചാനലിൻ്റെ പേര് തന്നെ WALKYTALKERS എന്ന് തന്നെ കൊടുക്കുകയാണ്. അപ്പോൾ WALKYTALKERS നമ്മൾ ടൈപ്പ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് ഒരു ഓപ്ഷൻ കൊടുക്കാനുള്ളത് മോഡിഫൈയിൽ നമുക്ക് ബ്രേക്ക് അപ്പാർട്ട് എന്ന് പറഞ്ഞൊരു ഓപ്ഷനുണ്ട്. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒറ്റ ടെക്സ്റ്റ് ബോക്സിലായി എടുക്കുന്ന ഈ ഒരു ഫുൾ വേർഡ് WALKYTALKERS എന്ന് പറഞ്ഞാൽ ഒരു ഫുൾ വേർഡ് നമുക്ക് ഡിഫറെൻറ്റ് ബോക്സസിൽ അല്ലെങ്കിൽ ടെക്സ്റ്റ് ബോക്സസിലാക്കി കിട്ടും. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഓരോന്നും മാറ്റി വെക്കാം. അല്ലെങ്കിൽ ഈ WALKYTALKERS നമ്മൾ മൂവ് ചെയ്യുമ്പോൾ എല്ലാം കൂടി ഒരുമിച്ച്, അതായത് ഒരു ഗ്രൂപ്പായിട്ടായിരിക്കും നീങ്ങുന്നത്. ഇതിപ്പോൾ ബ്രേക്ക് അപ്പാർട്ട് ഓപ്ഷൻ കൊടുത്തത് കൊണ്ട് എനിക്ക് എങ്ങോട്ട് വേണമെങ്കിലും ഈ ലെറ്റേഴ്സിനെ നീക്കാൻ പറ്റും. നമുക്ക് കാണാം. അപ്പോൾ ഞാൻ വെറുതെ ഒരു കീ ഫ്രെയിം കൊടുക്കുകയാണ്. നമ്മളുടെ നോർമൽ ഫ്രെയിം ബൈ ഫ്രെയിം ആനിമേഷനിലൂടെ ഒരു ഇൻസേർട്ട് കീ ഫ്രെയിം കൊടുക്കുകയാണ്. എന്നിട്ട് ഞാൻ അതിൻ്റെ പൊസിഷൻസൊക്കെ ഒന്ന് മാറ്റി വെച്ച് കൊടുക്കുകയാണ്. നമ്മുടെ ലെറ്റേഴ്സൊക്കെ ഒന്ന് റീപൊസിഷൻ ചെയ്ത് എങ്ങോട്ടെങ്കിലും ഒന്ന് ഷഫിൾ ചെയ്ത് വെച്ച് കൊടുക്കാം നമുക്ക്. ഓക്കെ, ഇനിയിപ്പോൾ നമ്മൾ പിന്നെയും ഇൻസേർട്ട് കീ ഫ്രെയിമാണ് കൊടുക്കാൻ പോകുന്നത്. അപ്പോൾ ഞാൻ 10 ക്ലിക്ക് ചെയ്ത് ഇൻസേർട്ട് കീ ഫ്രെയിം കൊടുത്തു. പിന്നെയും ഞാൻ റീപൊസിഷൻ ചെയ്യാൻ പോവുകയാണ്. ഞാൻ ഫുള്ളി ഷഫിൾ ചെയ്തിട്ട് ഒരു പാറ്റേണിലാക്കി വെക്കാൻ പോവുകയാണ്. പിന്നെയും ഞാൻ ഇൻസേർട്ട് കീ ഫ്രെയിം കൊടുക്കുകയാണ്. ഇനി കൺട്രോളിൽ നമുക്കൊന്ന് മൂവി ടെസ്റ്റ് ചെയ്ത് നോക്കാം. അപ്പോൾ ടെസ്റ്റ് മൂവി ഇൻ ആനിമേറ്റ്. അപ്പോൾ ഞാനിത് കാണിക്കാൻ കാരണം ഈ ബ്രേക്ക് അപ്പാർട്ട് ഓപ്ഷൻ ഒന്ന് നിങ്ങളെ കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ്. അല്ലെങ്കിൽ ഈ ടെക്സ്റ്റ് ഫുള്ളായിട്ട് ഒരു ഗ്രൂപ്പായിട്ടായിരിക്കും നീങ്ങുന്നത്. ഇനി നമുക്ക് അടുത്ത ഫയലിലേക്ക് കടക്കാം. ഷേപ്പ് ട്വീൻ്റെ തന്നെ മറ്റൊരു ടൈപ്പ് ഞാൻ കാണിച്ചു തരാം ഈ ടെക്സ്റ്റിൻ്റെ വെച്ചിട്ട്. അപ്പോൾ ടെക്സ്റ്റ് നമ്മൾ കൊടുക്കുകയാണ് WALKYTALKERS. WALKYTALKERS
ടോക്കേഴ്സ്. യെസ്. ഇനിയിപ്പോൾ മോഡിഫൈയിൽ പോയിട്ട് ബ്രേക്കപ്പ് ആർട്ട് തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ ആ ഒരു ഓപ്ഷൻ തന്നെ പിന്നെയും കൊടുക്കുകയാണ്, ബ്രേക്കപ്പ് ആർട്ട്. പിന്നെ ഒന്നും കൂടി ഞാൻ ആ ബ്രേക്കപ്പ് ആർട്ട് തന്നെ ക്ലിക്ക് ചെയ്യാണ്. അപ്പോൾ അതെന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ ഷേപ്പിനനുസരിച്ച് അതൊരു ഷേപ്പായി മാറും. ആ ബ്രേക്കപ്പ് ആർട്ട് 2 പ്രാവശ്യം കൊടുക്കുകയാണെങ്കിൽ ഒരു ഷേപ്പായിട്ട് തന്നെ ഈ ഒരു ടെക്സ്റ്റ് മാറുന്നതായിരിക്കും. പിന്നെ ഞാനിനി ഒരു ഷേപ്പും കൂടി അവിടെ കൊടുക്കുകയാണ്. ഒരു സർക്കിൾ ഞാൻ വരച്ച് കൊടുക്കുകയാണ്. അത് ഞാൻ 50ലാണ് കൊണ്ടുവച്ചിരിക്കുന്നത്. അതിനെ ഫുള്ളായിട്ട് സെലക്ട് ചെയ്ത് ഇനി ഞാൻ നമ്മളുടെ ക്രിയേറ്റ് ഷേപ്പ് ട്വീൻ ഓപ്ഷൻ കൊടുക്കുകയാണ്. നമുക്ക് കൺട്രോൾ ടെസ്റ്റ് നമുക്ക് ഈ പ്ലേ ഹെഡ് ഒന്ന് മൂവ് ചെയ്ത് നോക്കാം. നമുക്ക് കാണാം ടെസ്റ്റ് മൂവി ഇൻ ആനിമേറ്റ്. ഓക്കെ, അപ്പോൾ നമ്മളുടെ വോക്കി ടോക്കേഴ്സ് എന്ന് പറഞ്ഞാൽ നമ്മളൊരു ഷേപ്പ് ആക്കിയത് കൊണ്ടാണ് നമുക്ക് ഈ ഷേപ്പ് ട്വീൻ അതിലേക്ക് ഇൻസേർട്ട് ചെയ്യാൻ പറ്റിയത്. അല്ലെങ്കിൽ ടെക്സ്റ്റ് ആയിട്ടാണ് അതിരിക്കുന്നതെങ്കിൽ നമുക്കത് ചെയ്യാൻ പറ്റില്ല. ഓക്കെ, ദാറ്റ്സ് ഓൾ ഫോർ ദിസ് വീഡിയോ. ഇനി നിങ്ങളെല്ലാവരും നെക്സ്റ്റ് വീഡിയോ എൻ്റെ ആനിമേറ്റ് CCയുടെ പാർട്ട് 3 കാണാം. So wait for my next video. Till then, bye bye.